നമ്മളിപ്പോൾ പോരുവഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കർഷകൻ കുറച്ച് വാഴകളെല്ലാം കൂടെ കൂട്ടി ഇവിടെ ഇട്ടിരിക്കുന്നു. തൈ വാഴകളാണ്. എന്ത് സംഭവം എന്നുള്ളത് നമുക്ക് ചോദിക്കാം. എന്തു കേട്ടോ സംഭവം? വാഴയൊക്കെ ആയിട്ട് രാവിലെ 58 മൂട് വാഴയുണ്ടായിരുന്നു. 58 മൂട് പന്നി കെട്ടി കളഞ്ഞു. 58 മൂട് വാഴയുണ്ട് ഇതല്ലയോ? 58 മൂട് തീർന്നു. ആ പന്നി കെട്ടി കളഞ്ഞു. എന്തോ ചീനി ഉണ്ടായിരുന്നു. ചീനി അതും പന്നി കെട്ടി മാന്തി കളയും. മാന്തി കളഞ്ഞ് നിന്ന് വീട്ടിൽ കളയുക. കാട്ടുപന്നി ശല്യം ആ നിലയിൽ രൂക്ഷമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇഷ്ടമല്ല. ആ ഏരിയയിലെ മുഴുവൻ കർഷകർക്കും ദോഷമില്ല. മുഴുവൻ കർഷകരുടെയും കൃഷികൾ പന്നി കെട്ടി ചെല്ലുക. അതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു അനുകൂലമായ നിലപാട് കർഷകർക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു സെക്രട്ടറിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല, കോടതിയെ കേസ് കൊടുക്കാനാണ് പറയുന്നത്. ഞങ്ങൾ ഈ പോയ വാഴയും കൊണ്ട് ശാസ്താംകോട്ട കോടതിയിലോ പറ്റുമോ? പറ്റത്തില്ല. അതിപ്പോൾ കർഷകർ നട്ടം ചെയ്യുന്ന സ്വാമി ആ കർഷകർക്ക് ഒരു നീതി ലഭിക്കുന്ന എന്തോ ഒരു ഇടപാടുണ്ടാക്കത്തില്ല. പരാതി എവിടെങ്കിലും കൊടുത്തായിരുന്നോ? എങ്ങും കൊടുത്തിട്ടില്ല. പരാതി ഇപ്പോൾ പഞ്ചായത്ത് വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കട്ടയ്ക്ക് അങ്ങനെ പോയത് എന്തായി ഇരിക്കുന്ന പോലും ചോദിച്ചില്ല. ഞങ്ങളുടെ വാർഡുകാരാ പ്രസിഡന്റ്. പഞ്ചായത്ത് സെക്രട്ടറികൾ വിവരം പറഞ്ഞ് കക്ഷിക്കിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതി മുഖാന്തരം എന്തൊരു നടപടി നടത്താക്കത്തുള്ളൂ. പിന്നെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒപ്പം നോക്കട്ടെ. ഇന്നത്തെ കമ്മിറ്റി കുടുംബം ചെയ്യാൻ ഒപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് കൃഷ്ണക്കുറുപ്പ്. എവിടെ ഇത് കൃഷി ചെയ്യുന്നത്? കൃഷി നമ്മുടെ കുറ്റിത്തറ. കുറ്റിത്തറ നിലവിൽ ഇപ്പോഴത്തെ 16-ാം വാർഡില്ല. ഇപ്പോഴത്തെ 16-ാം വാർഡ്. അതായത് ഇപ്പം നിലവിലുള്ള 16-ാം വാർഡ്. 16-ാം വാർഡിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അധികൃതരോടൊന്നും ഇപ്പോൾ പറഞ്ഞപ്പം നിങ്ങൾ കോടതിയിൽ പോകാനാണ് നമ്മളോട് പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു കോടതി മുഖാന്തരം നടക്കത്തുള്ളൂ. കോടതി മുഖാന്തരം നടക്കത്തുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടേച്ച് പോകണൊക്കെ ഒരച്ഛനും ഉണ്ടായും പേര് പോയിട്ട്. ഇപ്പോൾ എത്ര മാസമായി വാഴ നട്ടിട്ട്? ഇപ്പം 3 മാസമായി. 2 മാസമായതേ ഉള്ളൂ. അപ്പോൾ 58 മൂട് വാഴ ഉണ്ടായിരുന്നു. ഈ 58 മൂട് വാഴയും ചീനി, മരച്ചീനി, ചേമ്പ് കംപ്ലീറ്റ് ചേമ്പ്. അതായത് നമ്മൾ ചെയ്ത നിലവിൽ കൃഷി ചെയ്ത മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചേക്കുവാണ്. അപ്പോൾ കാട്ടുപന്നി ശല്യമാണ് സംഭവം. അപ്പോൾ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ 58 മൂട് വാഴയാണ് നട്ടത്. 58 മൂട് വാഴയും കാട്ടുപന്നി നശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് കോടതിയിൽ പോകാനാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിന്ന് പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം കൃഷി ചെയ്ത 58 മൂട് വാഴയും ഈ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രവേശന കവാടത്തിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പ്രതിഷേധ സൂചകമായി ഇവിടെ കുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് പ്രദേശവാസികളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം തോന്നുന്നു അവരൊക്കെ ഈ സംഭവം അറിഞ്ഞത്. അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്താണ് സംഭവം? എന്താണ് ഇത്? യഥാർത്ഥത്തിൽ പോരുവഴിയുടെ വിവിധ മേഖലകളിൽ നിരന്തരം വന്ന് ശല്യമാണ്. ഇത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിരുന്ന് കുത്തിയിരുന്ന് പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ്. ബാക്കി വെൺകുള ഇലയിലായാലും കടുവങ്കൽ ഇലയിലായാലും കണിയാകുഴി ഇലയിലാണെങ്കിലും ഓരോ ദിവസവും ഞങ്ങൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് ഞങ്ങളുടെ അടുക്കൽ ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട് പന്നി ശല്യമാണ്, ഇതിനെന്തെങ്കിലും ചെയ്യണമെന്ന്. ഇവിടെ പഞ്ചായത്ത് വളരെ ആഘോഷപൂർവ്വം ഒരു ഷൂട്ടിംഗ് സ്ക്വാഡിനെ കൊണ്ടുപോയി ചെയ്തിരുന്നതാണ്. പക്ഷേ ഷൂട്ടിംഗ് സ്ക്വാഡിനെ കൊണ്ടെന്നുള്ളതല്ലാതെ നാട്ടുകാർക്കോ ഇവിടുത്തെ കർഷകർക്കോ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ പന്നിയെ നിയന്ത്രിക്കാൻ പഞ്ചായത്ത് ശക്തമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇതിപ്പോൾ 3 മാസത്തിൽ ഒരിക്കലും ഒരു പന്നിയെ ഷൂട്ടറെ ഇവിടെ കൊണ്ടുവന്നാൽ പന്നിയെ പിടിക്കാൻ പറ്റില്ല. അത് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് പരിമിതികളാണ്, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കർഷകരുടെ ആവശ്യം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. അത് പരിഹാരം ഉണ്ടാക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ആവശ്യം. ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരു കർഷകരുടെ 2 കർഷകരുടെ പ്രശ്നമുണ്ട്. ആയിരക്കണക്കിന് വരുന്ന കർഷകരുടെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പഞ്ചായത്ത് എന്ന് പറഞ്ഞാലും പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞാലും പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും യാതൊരുവിധമായ ശാശ്വതമായ പരിഹാരവും കാണുന്നില്ല. ഒരു കാരണവശാലും കർഷകർക്ക് യാതൊരു ജോലി ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിത്. ഈ പറഞ്ഞതുപോലെ 2 or 3 പ്രാവശ്യം അങ്ങോട്ട് ഷൂട്ടർ വന്നു, പന്നിയെ കാട്ടിക്കൊടുത്താൽ വെടിവെക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിയുടെയൊക്കെ ആവലാതി പറയാൻ വന്നപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു നിങ്ങൾ കോടതിയിൽ പോകാനാണ് പറഞ്ഞത്. കോടതി പോയി ഞങ്ങൾ എന്ത് ചെയ്യാനൊപ്പം? കോടതിയോടാണോ ഞങ്ങൾ ഈ ആവലാതി പറയുന്നത്? കോടതി പറയുന്നത് കിട്ടുമല്ലേ? ആദ്യഘട്ടം പ്രദേശത്തെ ഗവൺമെന്റിനോടല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തെ ഗവൺമെന്റ് ഞങ്ങളോട് സഹകരിക്കാതെ ഈ രീതിയിൽ ഞങ്ങളോട് നിഷേധാത്മക നിലപാട് കാണിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെന്റ് ഞങ്ങൾ എന്ത് പരാതി പറയാനാണ്? അപ്പം ഞങ്ങൾ ഇനി എന്ന് പറഞ്ഞ്
കൃഷി ചെയ്ത് നശിപ്പിച്ചിരിക്കുന്ന സർവ്വ സാധനങ്ങളും വാരി ഈ പഞ്ചായത്തിനകത്ത് കൊണ്ടിട്ട് പ്രതിഷേധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ പ്രദേശത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വെളുപ്പാങ്കാലത്ത് രാത്രി ഒന്നും മൂത്രമൊഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്തെന്നാൽ അതുങ്ങൾ കുത്തിക്കേറിയിട്ടിട്ടുള്ള ജീവന് പോലും ഭീഷണിയായി കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ കർഷകർ, ഈ പ്രദേശത്തെന്നല്ല ഈ സമൂഹത്തിൽ മുഴുവൻ കർഷകരെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ഉത്തരവാദിത്തപ്പെട്ട നിയോഗിക്കപ്പെട്ട ആളുകൾ കൃത്യമായ രീതിയിൽ അതിന് നിലപാടുകൾ സ്വീകരിച്ച് അത് മുന്നോട്ട് പോയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ ഒരു പ്രതിഷേധം ഇതുപോലെ ഞങ്ങളിവിടെ പഞ്ചായത്തിൽ സംഘടിപ്പിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയത്തിനപ്പുറം വിവിധ കർഷകരെ, എല്ലാ കർഷകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇതിന് ഒരു ശക്തമായ പ്രതിഷേധം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. CPIM റേഡിയോ ബ്രാഞ്ച് സെക്രട്ടറി സംസാരിക്കും. ഇതൊക്കെ ഞാൻ പറയാനുള്ളത്, ഞാനൊരു ചെറിയ കർഷകനാണ്, വണ്ടി ഓടിക്കുന്ന ആളുമാണ്. ഇതേ അവസ്ഥയാണ് ഏതായാലും മൊത്തം സംഭവിക്കുന്നത്. ഈ ഷൂട്ടറെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ എന്നോ ഒരു പ്രാവശ്യം കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഷൂട്ടറെ കൊണ്ടുവന്ന് ഇത് ചെയ്യാനുള്ള ഒരു നടപടി എന്തെങ്കിലും ചെയ്യാം. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇപ്പം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്, അതിൽ സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു നടപടി എടുക്കുക. ആഴ്ച ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് നമ്മളവിടെ കാണിച്ചിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കർഷകർക്ക് ഇതാണ് പറയാനുള്ളത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനം, മാസങ്ങളായിട്ടുള്ള അധ്വാനം, വർഷങ്ങളായിട്ടുള്ള അധ്വാനമാണ് ഇവിടെ അവരുടെ ചെലവഴിക്കുന്നത്. അതാണ് കാട്ടുപന്നി ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച് ഇല്ലാതാക്കുന്നത്. ഇപ്പോൾ 58 മൂട് വാഴ എന്നൊക്കെ പറയുമ്പം ചെറിയ സംഭവമൊന്നുമല്ല, വലിയ സംഗതി തന്നെയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഈ തകർന്നു കിടക്കുന്നത്. അപ്പം ഈ കാട്ടുപന്നി നശിപ്പിച്ച ഈ സാധനങ്ങളുമായിട്ട് അദ്ദേഹം സ്വാഭാവികമായും പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകണം. മാത്രമല്ല കർഷകർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ്. ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തെറ്റാണെങ്കിൽ കൂടിയും അദ്ദേഹം വൈദ്യുതി കടത്തിവിടുകയും അതിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം നിലയിൽ കർഷകർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടലുകൾ ഉണ്ടാകേണ്ടുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കർഷകർക്ക് വലിയ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴത്തെ സമയത്തൊരു കൃഷി ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായൊരു പ്രശ്നം തന്നെയാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കർഷകൻ്റെ ആകെയുള്ള ഒരു അധ്വാനമാണ് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം നമുക്ക് പ്രസിഡൻറ്റിൻ്റെ മായി സംസാരിച്ചിട്ട് പ്രസിഡൻറ്റിൻ്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം കൂടി നമുക്ക് ആരായേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് കമ്മിറ്റി ഉചിതമായ തീരുമാനമെടുത്ത് കർഷകർക്ക് അനുകൂലമായൊരു സാഹചര്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.